ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ക്രിസ്മസ് ഒക്കെയല്ലേ വരുന്നത്, നമുക്കിന്നൊരു സ്റ്റാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ വലിയ പൈസ മുടക്കി നമുക്ക് സ്റ്റാർ ഒന്നും വാങ്ങേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ A4 ഷീറ്റ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 24ഓളം A4 ഷീറ്റ് വേണം. അപ്പോൾ ഇതിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റാറിന് 4 ലെയറായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് A4 ഷീറ്റിൻ്റെ അതേ സൈസിൽ 12 പേപ്പറും, പിന്നെ അതിൻ്റെ മീഡിയം സൈസിൽ 6 പേപ്പറും, പിന്നെ അതിൽ ചെറുതായിട്ട് 6 പേപ്പർ, അങ്ങനെ 24 പേപ്പറോളം വേണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ട് ഞാൻ A4 പേപ്പറൊന്നും കട്ട് ചെയ്യുന്നില്ല, അതേ സൈസിലാണ് എടുക്കുന്നത്. പിന്നെ നടുവിലത്തെ ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ പേപ്പറിനെ ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് താഴെ നിന്ന് ഒരു 5 സെൻറ്റിമീറ്ററോളം വെട്ടി മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലുള്ള 6 പേപ്പർ നമുക്ക് വേണം. അപ്പോൾ ഏറ്റവും അവസാനത്തെ ലെയറിന് വേണ്ടിയിട്ട് ഞാൻ A4 ഷീറ്റിൻ്റെ താഴെ നിന്നും 9 സെൻറ്റിമീറ്ററോളം വെട്ടി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 3 സൈസിലുള്ള പേപ്പർ കിട്ടി. ഇനി നമുക്കിതൊന്ന് സ്റ്റാറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ A4 പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ 2ആയിട്ട് മടക്കി കൊടുക്കുകയാണ്. ഇനി ഞാൻ മടക്കിയതിനെ ഒന്നുകൂടി ഒന്ന് മടക്കുകയാണ്. പിന്നെ അവസാനമായിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ 3 തവണ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് ഒന്ന് നിവർത്തി കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ 8 കോളം കിട്ടണം. ഇനി നടുക്കെ മാത്രമേ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിലോട്ട് ഒരു ഡിസൈൻ വരയ്ക്കുകയാണ്. ഇതുപോലെ വരച്ചെടുക്കണം. ഇപ്പം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് നിവർത്തി കാണിച്ചു തരാം. ഇതുപോലെ വേണം കേട്ടോ. ഇനി ഈ പേപ്പർ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ സിക്സാക്കിൻ്റെ രൂപത്തിൽ ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ വിഷറിയൊക്കെ ഫോൾഡ് ചെയ്യില്ലേ, അതേപോലെ. ഇതുപോലെ നമുക്ക് എല്ലാ പേപ്പറും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 24 പേപ്പറും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, വലിയ സൈസ്, പിന്നെ അതിൻ്റെ മീഡിയം സൈസ്, പിന്നെ അതിലും ചെറിയ സൈസ്, ഇങ്ങനെ 3 സൈസാണ് കേട്ടോ. ഇവിടെ 3 സൈസ് ഡിഫറെൻ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് വലുത്, പിന്നെ അതിൽ മീഡിയം സൈസ്, പിന്നെ ചെറുത്, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ നിന്ന് വെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ ലെയർ ഉണ്ടാക്കിയെടുക്കാം. ആദ്യത്തെ ലെയറിൽ 12 പേപ്പറാണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ 6 ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ സൈഡിൽ ഗം അപ്ലൈ ചെയ്ത് ഇതുപോലെ എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ സെയിം സൈസിലുള്ള പേപ്പർ 6 വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സെയിം സൈസിലുള്ള മിഡിൽ ലെയറാണ് ഞാൻ ജോയിൻ ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലെ വിടർത്തിയതിന് ശേഷം ആ 2 അറ്റം കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം.
ഇനി നടുവിലത്തെ ഭാഗം സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ലെയറും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ലെയറും ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്ക് എല്ലാം കൂടി 4 ലെയർ കിട്ടിയിട്ടുണ്ടാവും. അതിൽ 2 എണ്ണം സെയിം സൈസും പിന്നെ ഒന്ന് മീഡിയം സൈസ് പിന്നെ ഒരു സ്മോൾ സൈസ് അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവസാനത്തെ ലെയർ ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ സെയിം സൈസുള്ള മറ്റേ ലെയർ കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ സെൻട്രലായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ഇനി നമുക്ക് സെയിം സൈസിലെ ഈ ലെയർ അതിൻ്റെ മുകളിലായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ലെയറിൻ്റെ 2 ഡിസൈനിന് ഗ്യാപ്പ് വരുന്നൊരു ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് രണ്ടാമത്തെ ലെയറിൻ്റെ ഡിസൈൻ വരുന്ന രീതിയിലാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാൻ നടുക്കത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മീഡിയം സൈസ് ലെയർ ഉണ്ടല്ലോ, അതുകൂടി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ മിഡിൽ ലെയർ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് അവസാനത്തെ ലെയർ കൂടി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഞാനൊരു സ്റ്റാർ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നൂല് കോർത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതാകുമ്പോൾ സേഫായിട്ട് നിന്നോളൂ കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിൽ കൂടി ഞാനൊന്ന് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നൂലിട്ട് കൊടുക്കുമ്പോൾ അത് സേഫായിട്ട് നിന്നോളൂ കേട്ടോ. കണ്ടോ, നല്ല സെക്യൂറായിട്ട് നിന്നോളൂ, നമുക്ക് ഹാങ് ചെയ്യാനും എളുപ്പമാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആ നൂല് കാണുന്ന കവർ ചെയ്യാനായിട്ട് ഞാൻ സെയിം സ്റ്റാറിൻ്റെ പേപ്പർ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഹാങ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തു വെച്ച നൂലുണ്ടല്ലോ, ആ നൂല് ഞാൻ മുകളിലോട്ടൊന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഹാങ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റാർ. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും A4 ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഇത്രയും നല്ല സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. വെറുതെ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് LED ലൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ആ 2 ലെയറിൻ്റെ നടുക്കായിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ LED ലൈറ്റ്. സ്റ്റിക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആ ലെയറിൽ ഉള്ളിൽ കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. അവസാനമായിട്ട് അതിൻ്റെ റെഗുലേറ്റർ വന്നിട്ട് ഞാൻ ഒരു ഡബിൾ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്കാണ്. ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്കാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ വേണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.